വയനാട് മാനന്തവാടിയിൽ കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൌത്യം രണ്ടാം ദിനവും തുടരുകയാണ്. ബാവലി മണ്ണുണ്ടി കോളനിക്ക് സമീപത്തെ വനത്തിൽ ആനയെ കണ്ടെത്തി. അസിസ്റ്റന്റ് വെറ്റിനറി സർജൻ അടക്കമുള്ള ദൌത്യസംഘം കാടിനുള്ളിൽ തുടരുകയാണ്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാൻ ചേർന്നുണ്ട്. യെസ് സുനിൽ, രണ്ടാം ദിവസമാണ് ഈ ദൌത്യം ആനയെ പിടികൂടാനുള്ള, ആനയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം എത്തി നിൽക്കുന്നത്. ഇതുവരെയും അതിന് സാധിച്ചിട്ടില്ലേ? എപ്പോൾ മയക്കുവെടി വെക്കും എന്നുള്ള കാര്യത്തിലൊക്കെ എന്തെങ്കിലും തീരുമാനമുണ്ടോ ഈ നിമിഷം? ഫരിഷ, അവസാന നിമിഷം അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ മയക്കുവെടി ദൗത്യം രണ്ടാം ദിനവും പരാജയപ്പെടാനാണ് സാധ്യത. കാരണം സമയം 4:45 അടുക്കുന്നു. ഇനിയും കാട്ടാന എവിടെയാണെന്ന് കണ്ടെത്താൻ കൃത്യമായി വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഏതാണ്ട് 11:30 കാട്ടാന വനം വകുപ്പ് സംഘത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിരുന്നു. പക്ഷേ അതിനുശേഷം അത് വളരെ കുറച്ച് സമയം മാത്രമാണ് ആനയെ അവരുടെ കൺമുന്നിൽ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ആന അപ്പോൾ നിലയുറപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്ന്, അതായത് ചെമ്പക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആ സമയത്ത് ആന ഉണ്ടായിരുന്നത്. അതിൻ്റെ സമീപത്ത് നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത് 53-ാം വളവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആന മാറിയെന്നാണ് ഏറ്റവും ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു തരത്തിലും ആനയെ നേരിൽ പോലും കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ എങ്ങനെ ആനയെ ഇനി മയക്കുവെടി വെക്കുമെന്നൊരു ചോദ്യമാണ് സ്വാഭാവികമായും നാട്ടുകാരടക്കമുള്ളവർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവസാന നിമിഷം ഒരത്ഭുതവും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്നും മയക്കുവെടി ദൗത്യം ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്കാണ് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. വലിയ സജ്ജീകരണങ്ങളോടുകൂടി, വലിയ സംവിധാനങ്ങളോടുകൂടി രാവിലെ മുതൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ദൗത്യത്തിനായി ഇറങ്ങി പുറപ്പെട്ടിരുന്നു. പുലർച്ചെ ഏതാണ്ട് 6:30-7 മണിയോടുകൂടി തന്നെ ഈ ദൗത്യസംഘം ഇവിടെ എത്തിയിരുന്നു. ആദ്യം ഈ ആനയെ ട്രാക്ക് ചെയ്യാനുള്ള സംഘം വനത്തിനുള്ളിൽ കടന്നു. അതിനുശേഷം 200 അംഗ ദൗത്യസംഘമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, നിലമ്പൂർ, മണ്ണാർക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയായി 200 അംഗ ദൗത്യസംഘമാണ് ഈ കാടിനുള്ളിൽ കടന്നത്. ആ 200 അംഗത്തെ 20 പേരടങ്ങുന്ന 10 സംഘങ്ങളായി വിഭജിച്ച് കാടിനുള്ളിലൂടെ ആനയെ ട്രാക്ക് ചെയ്യാനായി പറഞ്ഞുവിട്ടു. അവർ കുങ്കിയാനയുടെ സഹായത്തോടെയും അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് മുകളിലുള്ള ട്രീ ഹട്ടുകളുണ്ട്, അതായത് അത്തരം ചെറിയ ഹട്ടുകൾ ഇതിന് മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മരത്തിന് മുകളിൽ വനം വകുപ്പ് അതിന് മുകളിലിരുന്നും മറ്റുമൊക്കെയായി ഇത്തരത്തിൽ ആനയെ നിരീക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ കടുവയുടെ മുന്നിൽപ്പെട്ടുവെന്നും ഉള്ള വിവരവും നമുക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ നിറയെ വന്യമൃഗങ്ങളുള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല ഒരു വലിയ ആനയും ആനക്കുട്ടിയും ഇവരുടെ ഈ തെരച്ചിലിനിടയിൽ അവരുടെ മുന്നിൽപ്പെടുകയുണ്ടായി. അത്തരത്തിൽ നിറയെ വന്യമൃഗങ്ങളുള്ള ഒരു പ്രദേശം, ആ പ്രദേശത്താണ് ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തെരച്ചിലിൽ ഈ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ സിഗ്നലുകൾ ലഭിക്കുന്നത് ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോഴേക്കും ആന മറ്റൊരു സഞ്ചാര പദത്തിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ സജ്ജീകരണങ്ങളെല്ലാം ഇതിനോടകം തന്നെ ഒരുക്കമാണ്. ഇപ്പോൾ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട് എന്നും പറയുന്നു. ഇപ്പോൾ അത് കൃത്യമായ സമയത്ത് ലഭിക്കാത്തതാണ് ഒരു തടസ്സമായിട്ടുള്ളത്. അതിൻ്റെ പ്രശ്നം ഈ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ സിഗ്നൽ ലഭിക്കുമ്പോൾ ഏകദേശം ആന എവിടെയാണെന്ന് മനസ്സിലാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് ആനയെ നേരിൽ കാണണം. എന്നാൽ മാത്രമേ ആനയെ മയക്കുവെടി വെക്കാൻ കഴിയൂ. അങ്ങനെ ആനയെ നേരിൽ കണ്ടെത്താൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇത് കഴിയുന്നില്ല. അതാണ് ഇവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആനയുള്ളത് ഈ കൊങ്ങിണിച്ചപ്പുകൾ നിറഞ്ഞ വലിയ കാടാണ്. ആ കാടിനുള്ളിലാണ് ആനയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചപ്പുകൾക്കിടയിൽ നിന്ന് ആന പുറത്തിറങ്ങിയാൽ മാത്രമേ ആനയെ മയക്കുവെടി വെക്കാൻ കഴിയൂ. മാത്രമല്ല ഈ വലിയ കൊങ്ങിണിക്കാടിനിടയിൽ ആന എവിടെയാണെന്ന് കണ്ടുപിടിക്കുക ശ്രമകരമായ ദൗത്യവുമാണ്. അതിൻ്റെ തൊട്ട് മുന്നിൽ പോയാൽ വലിയ അപകടം ഉണ്ടാവും. അതുകൊണ്ട് ഒരു പരിധിയിൽ മാറി നിന്ന് കുങ്കിയാനകളുടെ സഹായത്തോടെ ഞാൻ ഈ പറയുന്ന ഈ ട്രീ ഹട്ടുകളുടെ മുകളിലിരുന്ന് അങ്ങനെയൊക്കെയാണ് ആനയെ കണ്ടുപിടിക്കേണ്ടത്. അതുമാത്രമല്ല ഒരു നേരിയൊരു വെളിച്ചമുള്ള പ്രദേശത്തേക്ക്, അതായത് തുറസായ ഒരു സ്ഥലത്തേക്ക് ആന പുറത്തേക്ക് വരണം. എങ്കിൽ മാത്രമേ ആനയ്ക്ക് മയക്കുവെടി വെക്കാൻ കഴിയൂ. ഒന്നെങ്കിൽ ആനയുടെ ബാക്ക് ഭാഗത്ത്, അതല്ലെങ്കിൽ ഈ കാലിൻ്റെ മുകൾ ഭാഗത്ത്, അത്തരത്തിൽ ഈ മസിൽസ്, പേശികളുള്ള ഭാഗത്താണ് സാധാരണഗതിയിൽ ഈ മയക്കുവെടി വെക്കുക. മസ്തിഷ്കത്തിൽ ഏതെങ്കിലും തരത്തിൽ മയക്കുവെടി കൊണ്ടാൽ ആന കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ആനയെ
അല്പം തുറസായ സ്ഥലത്തേക്ക് കിട്ടണം. അങ്ങനെ കിട്ടിയാൽ ഏത് നിമിഷവും ആ മയക്കുവെടി വെക്കാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് രാവിലെ DFO മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അങ്ങനൊരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അതാണ് വനം വകുപ്പിനെ പ്രധാനമായും കുഴയ്ക്കുന്ന ഒരു വിഷയം. മാത്രമല്ല, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പല ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തീർച്ചയായും സുനിൽ, ഇന്നലെയും നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ സമയം 5 മണിയോട് അടുക്കാറായിരിക്കുന്നു. ഇന്നലെയും നമ്മൾ കണ്ടതാണ്. ഒരു 5:45-6 മണി ഒക്കെ ആയ സമയത്ത് വളരെ വലിയ പ്രതിഷേധമായിരുന്നു ഫോറസ്റ്റ് ഓഫീസേഴ്സിന് നേരെ ഉണ്ടായത്. ഇന്നും ഈ ദൗത്യം പരാജയപ്പെടുകയാണെങ്കിൽ വീണ്ടും അത്തരത്തിലൊരു സിറ്റുവേഷനിലേക്കൊക്കെ പോകില്ലേ? വളരെ വലിയൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലേ? തീർച്ചയായും അതിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം അവിടെ ബാവലിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ പ്രദേശത്ത് വലിയ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിൽ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൂടി നമ്മളിത് പറയണം. അതായത് ഒന്ന്, അതിരാവിലെ പുലർച്ചെ തന്നെ ഈ ദൗത്യം തുടങ്ങാൻ സാധിക്കുന്നില്ല. കാരണം ഈ വയനാട്ടിലെ ഈ വനമേഖലയിൽ നിന്ന് പൂർണ്ണമായും മൂടൽമഞ്ഞ് മാറണമെങ്കിൽ ഏതാണ്ട് ഒരു 8:30 മണിയോടുകൂടി ഒക്കെ മാത്രമേ ഈ മൂടൽമഞ്ഞ് മാറൂ. മഞ്ഞ് മാറാതെ ഈ ദൗത്യ സംഘത്തിന് വനത്തിനകത്ത് കയറിയാൽ ആനയെ കണ്ടെത്താൻ കഴിയില്ല. മാത്രമല്ല, വൈകുന്നേരമാകുമ്പോൾ ഏതാണ്ട് ഒരു 5:45 ഒക്കെ കഴിയുമ്പോഴേക്കും പൂർണ്ണമായും ഇരുൾ പടരും വനത്തിനുള്ളിൽ. അങ്ങനെ ഇതിനിടയിൽ കിട്ടുന്ന സമയം മാത്രമാണ് ആനയെ തിരയാൻ കിട്ടുന്നത്. അതുകൊണ്ട് ഒരു 5:45 ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നും മറ്റത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇന്നും ദൗത്യം പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. ശരി സുനിൽ, ഇന്നും ദൗത്യം പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. ഇതുവരെയായിട്ടും ഈ കാട്ടാനയെ, അജീഷ് എന്ന ഒരാളെ കൊന്ന കാട്ടാനയെ നേരിട്ട് കാണാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല